നമ്മളിതുപോലെ ചോറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ലേശം നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റമാണ് പപ്പടം അല്ലേ? ബിരിയാണിക്കും ചോറിനും സദ്യക്കും ഒക്കെ ഇഷ്ടമാണ്. വെറുതെ ചോറിൻ്റെ കൂടെ കൂട്ടാനും പപ്പടമൊക്കെ സൂപ്പറാണ്. അന്നേരം പപ്പടം പാക്കറ്റിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം എങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു ടിപ്പ് പറയട്ടെ. അതിനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ലേശം ഉലുവ ഒന്ന് ഇട്ട് കൊടുത്താൽ പാക്കറ്റിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ ദിവസം ഫ്രഷ് ആയിട്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പോളിത്തീൻ കവറുണ്ടല്ലോ, പുറത്ത് സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പോളിത്തീൻ കവറിലാക്കിയിട്ട് നമ്മുടെ അരിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം സൂക്ഷിക്കാൻ പറ്റും. പിന്നെ മാസങ്ങളോളമൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മെത്തേഡായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓറഞ്ച് ഒരു 2 ആഴ്ചക്കൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മൾ മീനൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞ് ഉപയോഗിക്കുന്ന മീനുകൾ പെട്ടെന്ന് മീനിൻ്റെ തൊലി കളയാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണേ. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മീനിൻ്റെ തൊലി പൊളിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി റിമൂവ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. പയറൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നു പോയാൽ കുറച്ച് ചൂടുവെള്ളത്തിൽ രാവിലെ ഒന്ന് കാസറോളിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെ പരിപ്പ് പയറൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് കുക്കറിലിട്ടാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ലേശം നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിളച്ച് തൂവി പോകാതിരിക്കുവേ. വെളിച്ചെണ്ണ കേടാകാതിരിക്കാൻ വേണ്ടി 2 കുരുമുളകോ അല്ലെങ്കിൽ 2 കല്ലുപ്പോ ഇട്ട് സൂക്ഷിച്ചാൽ മതി.